ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. നമുക്കറിയാം 9th തൊട്ട് മുകളിലേക്കുള്ള എല്ലാ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഫിഗർ ഓഫ് സ്പീച്ച്. ഒരു പോയത്തിൻ്റെ ഒക്കെ റിവ്യൂ എഴുതുന്ന ടൈമിൽ നമുക്കതിൽ ഫിഗർ ഓഫ് സ്പീച്ച് എഴുതേണ്ടി വരും. നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഒന്നാണ്, എന്നാലോ വളരെ സിമ്പിളുമാണ്. ആദ്യം തന്നെ നമുക്ക് സിമിലി എന്താണെന്ന് നോക്കാം. Simile is a direct comparison of two unlike things using like or as. ഒരുപോലെയല്ലാത്ത രണ്ട് വസ്തുക്കളെ ഒന്ന് മറ്റൊന്നിനെ പോലെയാണ് എന്ന് പറയുന്നതാണ് സിമിലി. യൂസിങ് ലൈക്ക് ഓർ ആസ്, ലൈക്കോ അല്ലെങ്കിൽ ആസോ യൂസ് ചെയ്തുകൊണ്ട്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലൈഫ് ഈസ് ലൈക്ക് എ ഡ്രീം. ഇവിടെ ലൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജീവിതം ഒരു സ്വപ്നം പോലെയാണ് എന്നാണ് പറയുന്നത്. ഷീ ഈസ് ലൈക്ക് ആൻ ഏഞ്ചൽ. ഇവിടെയും ലൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവളൊരു മാലാഖയെ പോലെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഷീ ഈസ് ആസ് ക്യൂട്ട് ആസ് എ കിറ്റൺ. ഇവിടെ ആസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവളൊരു പൂച്ചക്കുട്ടിയെ പോലെ ക്യൂട്ടാണെന്നാണ് പറയുന്നത്. ഹീ ഈസ് ആസ് സ്ട്രോങ് ആസ് എ ലയൺ. ഇവിടെയും ആസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവനൊരു സിംഹത്തെ പോലെ ശക്തനാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഫിഗർ ഓഫ് സ്പീച്ച് നോക്കാം. മെറ്റഫർ. മെറ്റഫർ ഈസ് എ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ് സ്റ്റാർട്ടിങ് ദാറ്റ് വൺ ഈസ് ദ അതർ. ഒരേപോലെ അല്ലാത്ത രണ്ട് വസ്തുക്കളെ തമ്മിലുള്ള കമ്പാരിസൺ ആണ് മെറ്റഫർ. ഒന്ന് മറ്റൊന്നാണ് എന്ന് നേരിട്ട് തന്നെ പറയുന്നതാണ് മെറ്റഫർ. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ലൈഫ് ഈസ് എ ഡ്രീം. ജീവിതം ഒരു സ്വപ്നമാണ് എന്നാണ് മെറ്റഫറിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. നമ്മൾ നേരത്തെ സിമിലിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നത് ലൈഫ് ഈസ് ലൈക്ക് എ ഡ്രീം എന്നായിരുന്നു. ജീവിതം ഒരു സ്വപ്നം പോലെയായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. മെറ്റഫറിൻ്റെ കാര്യത്തിൽ ജീവിതം ഒരു സ്വപ്നമാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷീ ഈസ് ആൻ ഏഞ്ചൽ. അവളൊരു മാലാഖയാണ്. മെറ്റഫറിൻ്റെ കാര്യത്തിൽ അവളൊരു മാലാഖയാണ്. സിമിലിൻ്റെ കാര്യത്തിലാണെങ്കിലോ അവളൊരു മാലാഖയെ പോലെയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ സൺ ഈസ് എ ഗോൾഡൻ ബോൾ. സൂര്യൻ ഒരു സ്വർണ്ണപ്പന്താണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മെറ്റഫറിൻ്റെ കാര്യത്തിൽ സൂര്യൻ ഒരു സ്വർണ്ണപ്പന്ത് പോലെയാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, സൂര്യൻ ഒരു സ്വർണ്ണപ്പന്താണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. പേഴ്സോണിഫിക്കേഷൻ. ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ആൻ ഇനാനിമേറ്റ് ഒബ്ജക്റ്റ്. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ളതിൻ്റെ എന്തെങ്കിലും ക്വാളിറ്റീസ് നൽകുന്നതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട്, ദ സ്റ്റാർ സ്മൈൽഡ് അറ്റ് മീ. നക്ഷത്രങ്ങൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഇവിടെ സ്മൈൽ എന്ന് പറയുന്നത് ഹ്യൂമൻ ക്വാളിറ്റിയാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്റ്റാർസിനാണ്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതൊക്കെ പേഴ്സോണിഫിക്കേഷനാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ദ സൺ ഈസ് ആങ്കർ ടുഡേ. സൂര്യൻ ഇന്ന് ദേഷ്യത്തിലാണ്. നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ പറയുന്നത്, സൂര്യൻ ദേഷ്യത്തിലാണ് എന്നൊക്കെ പറയുന്നത്. ദേഷ്യം എന്നുള്ള ഒരു ഹ്യൂമൻ ക്വാളിറ്റി നമ്മൾ സൂര്യന് പറയാണ്, സൂര്യൻ ദേഷ്യത്തിലാണെന്ന് പറയാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ പേഴ്സോണിഫിക്കേഷനായി കണക്കാക്കും. ഇനി നമുക്ക് അടുത്ത ഫിഗർ ഓഫ് സ്പീച്ച് നോക്കാം. Alliteration. It is the words that begin with the same consonant sound in a sentence. ഒരു സെൻറ്റൻസിലെ വാക്കുകളുടെ തുടക്കത്തിൽ ഒരേ തരത്തിലുള്ള കോൺസണൻറ്റ് സൗണ്ടുകൾ വരുന്നതിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. സൈലന്റ് സീ. നിശബ്ദമായ കടൽ. സ് എന്നുള്ള സൗണ്ടാണ് ഈ സെൻറ്റൻസിലെ വാക്കുകളുടെ തുടക്കത്തിൽ വരുന്നത്. ഇതിനാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ടെറിഫൈങ് ടൈഗർ. ഭയപ്പെടുത്തുന്ന കടുവ. ഇവിടെ ട് എന്നുള്ള സൗണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, അലിറ്ററേഷൻ. ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.